ബാക്ക് ടു സൈലം. സ്നേഹാവസാണ്, ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. വരൂ നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പം നമ്മൾ ഫുട്ബോളിനെ കുറിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാഠം നമ്മുടെ 9ാം ക്ലാസ്സിൽ ഹിന്ദിയിൽ പഠിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്മസ് എക്സാമിന് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് ആ പാഠം എന്ന് പറയുന്നത്? ഫുട്ബോൾ കി ദിൽ കാ രാജ, ഫുട്ബോൾ ഹൃദയങ്ങളുടെ രാജാവ്. ആ രാജാവിനെ കുറിച്ചുള്ള ഒരു പാഠമായിരുന്നു അല്ലേ. സോപാൻ ജോഷിയാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ലേഖായിരുന്നു അല്ലേ. എന്താണ് ഇതൊരു ലേഖായിരുന്നു. ഓക്കെ, എന്താണ്, ഏത് രാജാവിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്കൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. ഓക്കെ, അങ്ങ് ബ്രസീലിയൻ ദമ്പതിമാർ, 2 ബ്രസീലിയൻ ദമ്പതിമാർക്ക് ഒരു കുട്ടി പിറക്കുകയാണ്. അവർ കുട്ടിക്ക് പേരിടാണ് എന്ത്? എഡ്സൺ എറാഞ്ചീസ് ഡു നാസിമെന്തോ. എന്താ പേരിട്ടത്? എഡ്സൺ എറാഞ്ചീസ് ഡു നാസിമെന്തോ. പേര് പഠിച്ചു വെച്ചോളാം. ഓക്കെ, അങ്ങനെ ആ കുട്ടി എന്താണ്, മെല്ലെ മെല്ലെ വളരാണ്. ബ്രസീലിന് ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവൻ എന്ത് ചെയ്യാണ്, മെല്ലെ മെല്ലെ വളരാണ്. അവൻ്റെ കഷ്ടപ്പാട് കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും അവൻ എങ്ങനെയോ എന്ത് ചെയ്യാണ്, നമ്മുടെ ബ്രസീൽ ടീമിൽ എന്ത് ചെയ്യാണ്, എത്തുകയാണ്. അങ്ങനെ അവൻ വളരാണ്. ലോകം കണ്ടുള്ള ഏറ്റവും വലിയ ഒരു പ്ലെയർ ആയിട്ട് അവൻ മാറുകയാണ്. നോക്കാം, 3 ലോകകപ്പുകൾ നേടിയിട്ടുള്ള ആദ്യത്തെ വ്യക്തി, ഏറ്റവും കൂടുതൽ ഗോൾ നേടിയെന്ന് ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള വ്യക്തി, മാത്രമല്ല 10ാം നമ്പർ എന്ന് പറയുന്ന നമ്മുടെ ഈ ജേഴ്സി ഒരു മാജിക് നമ്പറാക്കി മാറ്റിയ ആദ്യത്തെ വ്യക്തി. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 1900 കാലഘട്ടത്തിൽ എല്ലാവരും നെഞ്ചിലേറ്റി നടന്നിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് പെലെ എന്ന് പറയുന്നത്. പെലെയെ കുറിച്ചുള്ള ഒരു അടിപൊളി പാഠമായിരുന്നു നമ്മുടെ ഫുട്ബോൾ കി ദിൽ കാ രാജ എന്ന് പറയുന്ന ആ പാഠം അല്ലേ. ആ പാഠത്തിൽ നിന്നും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ളത് എന്ത് തന്നെയാണ്? പെലെയുടെ ജീവനിയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ആ ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇത് പഠിക്കാതെ നിങ്ങളുടെ എക്സാമിന് ഒരിക്കലും പോകാൻ പാടില്ല. എന്താണ് ജീവനി എന്ന് പറയുന്നത്? ജീവനി എന്ന് വെച്ചാൽ എന്താണ്? ജീവചരിത്രം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ബയോഗ്രഫി ആണല്ലേ. എന്താണ് ബയോഗ്രഫി? ആ പെലെയെ കുറിച്ചുള്ള എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതുക. അതാണ് ജീവനി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ മക്കൾക്ക് വരും. ചിലപ്പോൾ 4 മാർക്കിനായിരിക്കും ഇത് ചോദിക്കാൻ ചാൻസ്. അപ്പം നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം എന്താണ്, ഇത്രയൊക്കെ എഴുതിയാൽ മതിയാവും. ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ മിസ് എന്നും പറയുന്നത് പോലെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാം. ഒരു 10 കീ പോയിന്റ്സ് ആയിട്ട് ഇതിനെ മാറ്റാം. ഈ കീ പോയിന്റ്സ് നന്നായിട്ട് പഠിച്ചോളാം. നന്നായിട്ട് പഠിച്ചാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നോക്കുക, ഒരു 10 പോയിന്റ്സ് മിസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്ക് അധികം എന്താണെന്നറിയോ, ഇംഗ്ലീഷുകളാണ് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷ് വേർഡ്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇത് പഠിക്കുന്ന നേരത്തെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് എഴുതി മക്കൾ പഠിച്ചോളാം. നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് പോവാം. ആദ്യത്തെ പോയിന്റിലേക്ക് നോക്കിക്കേ, എന്താണ്? ഫുട്ബോൾ ഹൃദയ കാ രാജ പെലെ കാ ജന്മ എത്രയാണ് നോക്കിക്കോളാം. 23 अक्टूबर 1940 में ब्राज़ील में हुआ था. നോക്ക്, എന്താണ് നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്? ഫുട്ബോൾ ഹൃദയ കാ രാജ, ഫുട്ബോൾ ഹൃദയത്തിൻ്റെ രാജാവ്. മിസ് പറയുന്ന അർത്ഥങ്ങളൊക്കെ മക്കൾ എഴുതിയെടുത്തോണേ. ആദ്യം ഈ കീ പോയിന്റ്സ് ഒക്കെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക, എന്നിട്ട് അർത്ഥം മലയാളത്തിൽ എഴുതി വെക്കുക, എന്നിട്ട് നന്നായിട്ട് അങ്ങ് പഠിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ കാര്യം കത്തോട്ടോ. അപ്പോൾ നോക്ക്, എന്താണ്? ഫുട്ബോൾ ഹൃദയ കാ രാജ പെലെ കാ ജന്മ, ഫുട്ബോൾ ഹൃദയത്തിൻ്റെ രാജാവ് എന്ന് പറയുന്ന പെലെയുടെ ജന്മം എന്ന് വെച്ചാൽ എന്താണ്? ജന്മമാണ് അല്ലേ. ജന്മം എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? 23 अक्टूबर 1940, അതായത് 1940 മേ ബ്രസീൽ മേ ഹുവാ താ. ബ്രസീലിലാണ് ഉണ്ടായിട്ടുള്ളത്. ബ്രസീൽ എന്നൊക്കെ എഴുതുന്നത് മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മുടെ ജന്മദിനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ജീവനി എഴുതുമ്പോൾ ആദ്യം അവർ ജനിച്ച ഡേറ്റ് എഴുതണം. അതിനേക്കാൾ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പെലെ എന്ന് ഒരു ചക്ക വലുപ്പത്തിൽ ഒരു ഹെഡിങ് ഇട്ട് വെക്കണം കേട്ടോ. ജീവനി എഴുതുന്ന സമയത്ത്, ഒരു ബയോഗ്രഫി എഴുതുന്ന സമയത്ത് പെലെ എന്നുള്ളത്, പെലെയെ കുറിച്ചാണ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പെലെ എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർക്ക് തോന്നുകയാണ് വേറൊരാളെ കുറിച്ച് ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ആരെക്കുറിച്ചാണോ തന്നേക്കുന്നത് അവരുടെ പേര് ചക്ക വലുപ്പത്തിൽ ഹെഡിങ് പരുവത്തിൽ എഴുതി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ പോയിന്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നോക്കുക, ജന്മം എന്ന് പറയുന്നത് 23 ഒക്ടോബർ എപ്പോഴാണ്? 1940 എന്നുള്ള കാര്യം മക്കൾ ഇമ്പോർട്ടൻ്റ് നോക്കുക. ബ്രസീലിലാണ് ജനിച്ചത് അല്ലേ. ബ്രസീലിൽ ജനിച്ചു.
ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ നോക്കിക്കേ, ഉൻകാ പൂരാനാം. പൂരാനാം എന്ന് വെച്ചാൽ എന്താണ്? ഫുൾ നെയിം ആണ് കേട്ടോ. എന്താണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്? പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടാൻ ഇത് സഹായിക്കും. എന്താണ്? എഡ്സൺ എറാൻഡസ് ദു നാസിമെന്റോ എന്ന് പറയുന്നതാണ്. എന്താണ്? എഡ്സൺ എറാൻഡസ് ദു നാസിമെന്റോ. എഴുതി പഠിച്ചോളെ, എഴുതി പഠിച്ചോളാം. അതാണ് ഫുൾ നെയിം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആയി. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, പെലെ ബ്രസീലിയൻ വിശ്വ കപ്പ് ചാമ്പ്യൻ ടീമോ കെ സദസ്യ थे. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെലെ ആരാണ് എന്ന് പറയുന്നത് അല്ലേ. നോക്കിക്കേ, പെലെ എന്ന് പറയുന്നത് ബ്രസീലിയൻ വിശ്വകപ്പ്. വിശ്വകപ്പ് എന്ന് വെച്ചാൽ എന്താണ്? വേൾഡ് കപ്പാണ് കേട്ടോ. എന്താണ്? വേൾഡ് കപ്പ് ചാമ്പ്യൻ ടീമോ കെ സദസ്യ थे. അതായത് വേൾഡ് കപ്പിൽ നമ്മുടെ ബ്രസീലിയൻ ടീമിൻ്റെ എന്തായിരുന്നു? ഒരു സദസ്യായിരുന്നു. സദസ്യ എന്ന് വെച്ചാൽ എന്താണ്? മെമ്പർ ആയിരുന്നു എന്ന് പറയാം കേട്ടോ. എന്താണ്? മെമ്പർ ആയിരുന്നു. അതായത് അതിലൊരു ടീം അംഗമായിരുന്നു ആര്? നമ്മുടെ പെലെ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അടുത്ത നോക്കിക്കേ, കൈ ലോഗ് ഉനെ അബ് തക് കാ സബ്സെ മഹാൻ ഖിലാഡി മാൻതേ ഹേ. കൈ ലോഗ് ഒരുപാട് ജനങ്ങൾ ഉനെ അദ്ദേഹത്തെ അബ് തക് എന്ന് വെച്ചാൽ എന്താണ്? ഇന്നു വരെയുള്ള. എന്താണ്? ഇന്നു വരെയുള്ളതിൽ വെച്ചിട്ട് സബ്സെ ഏറ്റവും മഹാനായിട്ടുള്ള ഖില്ലാടി മാൻതേ ഹേ. ഖില്ലാടി എന്ന് പറയുന്ന വാക്ക് ഈ ഒരു പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. എന്താണ്? പ്ലെയർ, കളിക്കുന്ന ആൾക്കാണ്, കളിക്കാരനാണ് നമ്മൾ ഖില്ലാടി എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ്, ആലോചിച്ച് വെച്ചോളാം. അപ്പം എന്താണ്? മഹാൻ ഖില്ലാടിയാണ്. ഇന്ന് വരെ നമ്മൾ കൈ ലോകം ഒരുപാട് ആൾക്കാർ പറയുന്നത് എന്താണ്? ഇന്ന് വരെയുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു നല്ല കളിക്കാരനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പെലെ എന്ന് പറയുന്നത്. ഖില്ലാടി മാൻതേ എന്ന് വെച്ചാൽ പ്ലെയർ ആയിട്ടാണ് വിചാരിക്കുന്നത്, അവർ മനസ്സിലാക്കുന്നത്, വിശ്വസിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, നാലാമത്തെ പോയിന്റ് നോക്കിക്കേ, ഉനോനെ അദ്ദേഹം അപ്പനി തൻ്റെ ഫുട്ബോൾ കരിയർ കി ശുരുവാത്. ഫുട്ബോൾ കരിയറിൻ്റെ കരിയർ നോക്കി ഇതന്നെ നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ, ഒരു വ്യത്യാസവും ഇല്ല, ഇതേപോലെ തന്നെ എഴുതി വെച്ചേക്കാണ്. കരിയർ എന്ന് തന്നെ നിങ്ങൾ ഹിന്ദിയിൽ എഴുതി വെച്ചാൽ മതി. നോക്കിക്കേ, കരിയർ കെ ശുരുവാത്. ശുരുവാത്ത് എന്ന് വെച്ചാൽ എന്താണ്? ആരംഭമാണ് കേട്ടോ. ആരംഭം സാന്തോസ് ക്ലബ് സേ കീത്തി. സാന്തോസ് ക്ലബ് നിങ്ങൾ ആ ഒരു പാഠം വായിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും. SFC എന്ന് പറഞ്ഞൊരു സാന്തോസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബിനെ കുറിച്ചിട്ട് നമുക്ക് അത് വായിക്കുന്നത് വേറെയാണ്, പക്ഷെ നമ്മൾ ഹിന്ദിയിൽ എഴുതുന്നത് എന്താണ്? സാന്തോസ് എന്നാണ് കേട്ടോ. സാന്തോസ് എന്ന് പറയുന്ന ടീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു ക്ലബ്ബാണ്. ആ ക്ലബ്ബ് വഴിയാണ് ആര്? ബ്രസീൽ ടീമിലാണോ ഡയറക്റ്റ് നമ്മുടെ പെലെ പോയിട്ടുള്ളത്? അല്ല, ആദ്യം എന്താണ്? ആ ഒരു സാന്തോസ് എന്ന് പറയുന്ന കുഞ്ഞു ക്ലബിൽ കയറിയിട്ടാണ് പിന്നെ ബ്രസീൽ ടീമിലേക്ക് നമ്മുടെ പെലെ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്തായാലും എഴുതിയിരിക്കണം. നോക്കിക്കേ, ഉനോനെ അദ്ദേഹം അപ്പനി ഫുട്ബോൾ കരിയർ, തൻ്റെ ഫുട്ബോളിൻ്റെ കരിയർ എന്ന് പറയുന്നത് അതിൻ്റെ ശുരുവാത്, അതിൻ്റെ ആരംഭം അല്ലെങ്കിൽ പ്രാരംഭം എന്ന് പറയുന്നത് സാന്തോസ് ക്ലബ് സേ കീത്തി. സാന്തോസ് എന്ന് പറയുന്ന ക്ലബിലൂടെയാണ് നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന പോയിന്റ് നോക്കിക്കേ, उन्होंने 1958 में अपनी 17 साल की उम्र में पहला विश्व कप जीता. എന്താണ്? ഉനോനെ 1958 കേട്ടോ. എന്താണ്? 1958 നമ്മൾ 1958 പറയും. ആ ഒരു 1958 കാലഘട്ടത്തിൽ തൻ്റെ 17-ാം സാൽ അല്ലേ, 17 സാൽ കി ഉമ്ര എന്ന് വെച്ചാൽ എന്താണ്? 17-ാം വയസ്സിൽ പെഹല എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ എന്ത്? വിശ്വകപ്പ് ജീത്ത. അപ്പം നമുക്ക് ബ്രസീലിന് 1958 ആദ്യത്തെ ലോകകപ്പ് കിട്ടുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ പെലെയുടെ വയസ്സ് എത്രയാണ്? വെറും 17 വയസ്സല്ലേ. അപ്പം ആ ഒരു പോയിന്റ് മക്കളെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കണം. ഈ 5 പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത് ഇനി ഒരു 5 പോയിന്റും കൂടിയുള്ളൂ. ശ്രദ്ധിച്ചേ, നോക്കിക്കേ എന്താണ്? ഫിർ പിന്നീട് 1962 और 1970 में 2 और विश्व कप जीतकर इतिहास रच दिया. എന്താ പറയുന്നത്? ഫിർ പിന്നീട് 1962 കുറച്ചൊരു ഇച്ചിരി വർഷങ്ങളൊക്കെ പഠിക്കാനുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. എന്നാലും സാരമില്ല, ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് ബുദ്ധിമുട്ടായാലും സാരമില്ല, മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. ഈ വർഷങ്ങളൊന്നും അങ്ങനെ ആലോചിച്ച് വെച്ചിട്ടില്ലെങ്കിലും 3 ലോകകപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അഥവാ വർഷം കിട്ടിയിട്ടില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വർഷം എഴുതണ്ട കേട്ടോ. അപ്പം നമുക്ക് എന്താണ്? ഫിർ പിന്നീട് അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? 1962 1970 2 और 2 വീണ്ടും അല്ലേ. ദൂസരേ എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാമതും. ദോ എന്ന് വെച്ചാൽ എന്താണ്? 2 എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമതും എന്ത് കിട്ടിയിട്ടുണ്ട്? വിശ്വകപ്പ് ജീത്കർ, വിശ്വകപ്പ് വേൾഡ് കപ്പ് ജയിച്ചിട്ട് ഇതിഹാസ് രച് ദിയ. ഇതിഹാസ് എന്ന് വെച്ചാൽ ഹിസ്റ്ററി ആണ് കേട്ടോ. എന്താണ്? ഹിസ്റ്ററി ഉണ്ടാക്കിയ ആര്?
നമ്മുടെ ഈ ഹിസ്റ്ററി രചിച്ചു എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയ ആര്? നമ്മുടെ പെലെ എന്ന് പറയുന്നത്. 1958 ആലോചിക്കുക, 1917 ആലോചിക്കുക, 1962 ആലോചിക്കുക. ഇതാണ് നമുക്ക് വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ള 3 വർഷങ്ങൾ എന്ന് പറയുന്നത്. അത് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ 3 വേൾഡ് കപ്പ് എന്ന് ഉള്ളത് എഴുതിക്കോളാം. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അപ്പം ഈ കരിയർമേ എത്രത്തോളം നോക്കിക്കേ 1279 गोल करने के कारण उसका नाम गिनेस वर्ल्ड रिकॉर्ड में आया है. अपने करियर में എന്താണ് 2000 എന്താണ് 1200 എത്രയാണ്? 79. 79 നമ്മൾ ഉനാസി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം 1279 ഗോൾ കർണേക്ക് ഗോൾ അടിച്ചിന്റെ പേരിൽ ഉസ്കാ നാം അദ്ദേഹത്തിന്റെ പേര് ഗിന്നസ് വേൾഡ് റെക്കോർഡ് മേ ആയാ ഹെ. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗോള് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1279 ഗോൾ അടിച്ചതിന്റെ പേരിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ആളാരാണ്? നമ്മുടെ പെലെയാണ് അല്ലേ? എന്താണ്? പെലെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അദ്ദേഹത്തിന്റെ ജീവനെയാണ്, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, നോക്കിക്കേ. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് സ്വഭാവത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറയണം അല്ലേ? അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ മാത്രമല്ല, കുറച്ച് സ്വഭാവത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞാലാം. നോക്കിക്കേ. പെലെ സിർഫ് ഏക് ഖില്ലാടി നഹീ തേ. പെലെ എന്ന് പറയുന്നത് സിർഫ് ഏക് ഖില്ലാടി, വെറും ഒരു പ്ലെയർ മാത്രമായിരുന്നില്ല. വെറും ഒരു ഖില്ലാടി നഹീത്തെ, പ്ലെയർ മാത്രമായിരുന്നില്ല. ശാന്തി ക പ്രതീക് ഭി തി, ഒരു പീസിന്റെ പ്രതീകം കൂടിയായിരുന്നു, സിമ്പൽ കൂടിയായിരുന്നു. ആരെന്ന് പറയുന്നത്? നമ്മുടെ പെലെ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ആ പാഠത്തിൽ? അദ്ദേഹം എന്താണ് കരയാൻ വേണ്ടി കരയാറുമില്ല, ബാക്കിയുള്ള ആൾക്കാരെ പരാതി പറയാനും പോവില്ല അല്ലേ? എന്താണ് ആ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ നീറ്റാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം ശാന്തി ആഗ്രഹിക്കുന്ന ഒരാളാണ്. പീസിൻ്റെ എന്താണ് ഒരു സിമ്പിളായിട്ട് നമുക്ക് അദ്ദേഹത്തിനെ കാണാം. ശാന്തി കാ പ്രതീക് ഭി थे എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. സാമാജിക് വിഷയവും पर उसका सक्रियता प्रशंसनीय था. സാമാജിക് വിഷയം എന്ന് വെച്ചാൽ സാമൂഹികപരമായിട്ടുള്ള ഓരോ പ്രവൃത്തികൾ അല്ലേ? കുറേ നല്ല കാര്യങ്ങൾ ആര് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പെലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സാമാജിക് എന്ന് വെച്ചാൽ സാമൂഹിക എന്നുള്ള അർത്ഥമാണ്. സാമൂഹിക വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ സക്രിയത ആ പഠിച്ചു വെച്ചോളാം. എന്താണ്? ആക്റ്റീവ് അല്ലേ? അദ്ദേഹം സക്രിയത, അതായത് എത്രത്തോളം ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം, നല്ല രീതിയിലുള്ള ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളൊരു രീതിയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രശംസനീയത. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രശംസിക്കേണ്ടത് തന്നെയാണ്. സാമൂഹിക ഇടപെടൽ അദ്ദേഹം നന്നായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ. സാമാജിക് വിഷയവും पर उसका സക്രിയത പ്രശംസനീയത. സാമൂഹിക വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് പ്രശംസനീയമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 2 പോയിന്റ് ഉള്ളൂ. ഈ 2 പോയിന്റും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോളാം, നമ്മുടെ പാഠത്തിൽ തന്നെയുള്ള ഒരു ഭാഗമാണ് ഇത്. നിങ്ങൾ എന്ത് പെലെയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം. നോക്കിക്കേ. ബിനാ ശിക്ഷ, ഒരു എഡ്യൂക്കേഷനും കൂടാതെ. ബിനാ ശിക്ഷ എന്ന് വെച്ചാൽ എന്താണ്? എഡ്യൂക്കേഷൻ ഇല്ലാതെ. ശിക്ഷ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ, വിദ്യാഭ്യാസമാണ് കേട്ടോ. ബിനാ ശിക്ഷ, എഡ്യൂക്കേഷൻ ഇല്ലാതെ. ഗരീബി ഭുക്മരി സെ നിക്കൽക്കെ, ദാരിദ്ര്യത്തിൽ നിന്നും. പിന്നെന്താണ്? ഭുക്മരി, പട്ടിണിയാണ് കേട്ടോ. ഭുക്മരി എന്ന് വെച്ചാൽ എന്താണ്? പട്ടിണിയാണ്. മിസ് പറയുന്നുണ്ട്, മക്കൾ ആലോചിക്കണം കേട്ടോ. ഇത് എഴുതിയെടുത്തോളാം കേട്ടോ. നോക്കുക. പട്ടിണി സെന്നിക്കൽക്കർ, അതിൽ നിന്നും പുറത്ത് കിടന്നിട്ട് വിശ്വഭർ, ലോകം മുഴുവൻ ജാനനെ വാലെ, അറിയപ്പെടുന്ന ഇസ് മഹാൻ കാ മൃത്യു. നമ്മൾ എങ്ങനെയാ വന്നേ നോക്കണേ. ബിനാ ശിക്ഷ, ഒരു ഗരീബിയിലെ നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും എന്താണ്? ഒരു വേൾഡ് കപ്പിലെ ഒരു വേൾഡ് മുഴുവൻ അറിയുന്ന ഒരു രീതിയിലേക്ക് മാറി അല്ലേ? വിശ്വഭർ ജാനനെ വാലെ, വേൾഡ് മുഴുവൻ അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുള്ള ഈ മഹാന്റെ, ഇസ് മഹാൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ മഹാന്റെ മൃത്യു എന്ന് വെച്ചാൽ എന്താണ്? മരണമാണ് കേട്ടോ. എന്താണ്? മരണം എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? 29 ഡിസംബർ. എപ്പോഴാണ്? 20 എപ്പോഴാണ്? 22 ഉണ്ടായിട്ടുണ്ട്. ഡിസംബർ എപ്പോഴാണ്? 2022, അതായത് ഈ അടുത്ത് 2 വർഷം മുമ്പേ അദ്ദേഹം മരിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? നമ്മുടെ 2022 ഡിസംബർ 29 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ജനനവും മരണവും നിങ്ങൾ എന്തായാലും ബാക്കി ഒരു വർഷം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു വർഷം, ഈ 2 വർഷങ്ങൾ നിങ്ങൾ ആലോചിക്കുക. 1940 ജനിച്ചു, 2022 മരിച്ചു. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ മൃത്യു എപ്പോഴാണ് ായിട്ടുള്ളത്? 29 ഡിസംബർ 2022 എന്നുള്ള കാര്യം ആലോചിക്കുക. അവസാനം നമുക്ക് കൺക്ലൂഡ് ചെയ്യണം അല്ലേ? അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. നോക്കിയാ.
ഫുട്ബോൾ ഇതിഹാസ് മേ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഹിസ്റ്ററിയിൽ ഇതിഹാസം എന്നാണ് ചരിത്രത്തിൽ ഹിസ്റ്ററിയിൽ പെലേക്കാ നാം പെലെയുടെ നെയിം എന്ന് പറയുന്നത് ഹമേഷ എപ്പോഴും ഏക് ഹീറാഹിയെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. ഒരു എന്താണ് വളരെ വിലപിടിപ്പുള്ള ഒരു എന്തായിട്ട് നമുക്ക് കാണാൻ പറ്റും, വജ്രമോ ഡയമണ്ടോ ആയിട്ട് മാറും നമ്മൾ പറയില്ലേ, അതേപോലെ നാഴികക്കല്ല് നിങ്ങൾ എടുത്തോളൂ കേട്ടോ, നാഴികക്കല്ലാണ്. നോക്കിക്കേ എന്താണ് ഫുട്ബോൾ ഇതിഹാസ് മേ ഫുട്ബോൾ എന്ന് പറയുന്ന ഫുട്ബോളിന്റെ ചരിത്രത്തിൽ പെലെയുടെ നെയിം എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഒരു ഹീറയാണ്, ഒരു നാഴികക്കല്ലാണ്, ഒരു ഡയമണ്ട് ആണ്, ഒരു വജ്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നെയിം എന്ന് പറയുന്നത് അല്ലേ. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തോളാം, കൺക്ലൂഡ് ചെയ്തോളാം. അപ്പോൾ ഈ ഒരു 10 പോയിന്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 10 പോയിന്റും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള കോണ്ടന്റുകളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.